വെറും 10 വർഷം കൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് വിഹിതത്തിലുണ്ടായ 58% വർധനവ് കേവലം രാഷ്ട്രീയമല്ല, അത് നമ്മുടെ നാശത്തിന്റെ കൗണ്ട് ഡൗൺ ആണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളം ഇതുവരെ ചർച്ച ചെയ്യാൻ ഭയപ്പെട്ട ഒരു സത്യത്തെക്കുറിച്ചാണ്. ഡെമോഗ്രഫി ഇസ് ഡെസ്റ്റിനി. ജനസംഖ്യയാണ് ഒരു നാടിന്റെ വിധി നിശ്ചയിക്കുന്നത്. ഈ വാചകം ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ അന്വർത്ഥമാവുന്നു. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സമാധാനവും മതേതരത്വവും ശാശ്വതമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ചരിത്രത്തിന്റെ താളുകൾ മറച്ചു നോക്കിയാൽ ഒരു സത്യം മനസ്സിലാക്കാൻ സാധിക്കും. ഭൂരിപക്ഷം ന്യൂനപക്ഷമാകുന്നിടത്ത്, ജനസംഖ്യാപരമായ സന്തുലിതാവസ്ഥ തെറ്റുന്നിടത്ത് അവിടെ രക്തച്ചൊരിച്ചിലുകളും പലായനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഉദാഹരണമാണ് ഈ അടുത്തുള്ള ബംഗ്ലാദേശ്. കേരളം ഇന്ന് ഒരു സ്ഫോടനാത്മകമായ സാഹചര്യത്തിന് മുൻപിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ രാഷ്ട്രീയ കണക്കുകളും ജനസംഖ്യാ മാറ്റങ്ങളും പരിശോധിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് അത്യന്തം ഭീതിജനകമായ വിവരങ്ങളാണ്. നമുക്ക് കണക്കുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം കണക്കുകൾ കള്ളം പറയില്ല. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കുക. അന്ന് മുസ്ലിം ലീഗിന്റെ വോട്ട് വിഹിതം ഏകദേശം 14 ലക്ഷമായിരുന്നു. എന്നാൽ 2026 എത്തുമ്പോൾ, അതായത് വെറും 10 വർഷത്തെ ഇടവേളയിൽ ഈ വോട്ട് വിഹിതം 23 ലക്ഷമായി ഉയർന്നിരിക്കുന്നു. അതായത് ഏകദേശം 58% അവിശ്വസനീയമായ വളർച്ച. എന്താണ് ഇതിന്റെ അർത്ഥം? കേരളത്തിലെ മറ്റ് വിഭാഗങ്ങളുടെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുത്തനെ ഇടിയുമ്പോൾ ഒരു പ്രത്യേക വിഭാഗം മാത്രം ജനാധിപത്യത്തിന്റെ തലയെണ്ണൽ രീതിയിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. ജനാധിപത്യത്തിൽ പണമല്ല, അധികാരമല്ല, മറിച്ച് എണ്ണമാണ് പ്രധാനം. ആ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലൂടെ നിശബ്ദമായ ഒരു അധിനിവേശമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളെ ആര് ഭരിക്കണം, നിങ്ങളുടെ സ്കൂളുകൾ എന്ത് പഠിപ്പിക്കണം, നിങ്ങളുടെ കാവുകളിൽ എന്ത് നടക്കണം, നിങ്ങളുടെ വീടുകളിൽ എന്ത് നടക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് വരും കാലങ്ങളിൽ ഈ വോട്ട് ബാങ്കുകളായിരിക്കും. ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാത്തവർ അത് ആവർത്തിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. നമ്മൾ ഇന്ന് കാണുന്ന കേരളത്തിലെ ഈ ഒരു അവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യങ്ങൾ മുമ്പ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത് കറാച്ചിയുടെ പതനം തന്നെ പറയാം. 1920 കറാച്ചി എന്ന് പറയുന്നത് ഭാരതത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിൽ ഒന്നായിരുന്നു. അവിടുത്തെ വ്യാപാരവും പണവും ഭരണവും ഒക്കെ നിയന്ത്രിക്കുന്നത് ഹിന്ദുക്കളും സിഖുകളുമായിരുന്നു. അവർ വിചാരിച്ചിരുന്നത് തങ്ങളുടെ സമ്പത്തും സ്വാധീനവും തങ്ങളെ സംരക്ഷിക്കും എന്നാണ്. എന്നാൽ വളരെ നിശബ്ദമായി അവിടെ ഡെമോഗ്രഫി മാറി മറഞ്ഞു. മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുകയും അവർ സംഘടിക്കുകയും ചെയ്തപ്പോൾ 1947 ഒരു രാത്രി കൊണ്ട് ഈ സമ്പന്നർക്ക് സ്വന്തം വീടും സ്വത്തുമൊക്കെ ഉപേക്ഷിച്ച് ജീവനം കൊണ്ട് ഓടേണ്ടി വന്നു. ഇന്ന് കറാച്ചിയിൽ അവശേഷിക്കുന്നത് വെറും ശവപ്പറമ്പുകൾ മാത്രമാണ്. കശ്മീരിലെ വംശഹത്യ തന്നെ പറയാം. 1960കളിൽ കശ്മീരിലെ അവസ്ഥ ഒന്ന് നോക്കുക. ഭരണതലപ്പത്തും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ കശ്മീരി പണ്ഡിറ്റുകൾക്കായിരുന്നു ആധിപത്യം ഉണ്ടായിരുന്നത്. ഞങ്ങൾ സുരക്ഷിതരാണ് എന്നവർ അഹങ്കരിച്ചിരുന്നു. അവരുടെ മണ്ണാണതെന്ന് അവർ അഭിമാനിച്ചിരുന്നു. എന്നാൽ താഴെത്തട്ടിൽ ജനസംഖ്യാ വിസ്ഫോടനം നടന്നു. 1990 ആയപ്പോഴേക്കും ഭൂരിപക്ഷം മാറിയപ്പോൾ പള്ളികളിലെ ഉച്ചഭാഷണികളിലൂടെ മുഴങ്ങിയത് റലീവ് ഗലീവ് യാ ചലീവ്, മതം മാറുക, മരിക്കുക അല്ലെങ്കിൽ ഓടിപ്പോവുക എന്നതായിരുന്നു. ഈ 2 സംഭവങ്ങളും നമ്മളോട് പറയുന്നത് ഒന്നാണ്: ജനസംഖ്യാ മാറ്റത്തെ നിസ്സാരമായി കാണുന്ന ഒരു സമൂഹത്തിനും നിലനിൽപ്പില്ല എന്ന് തന്നെയാണ് എഴുതി ഒപ്പിട്ട് പറയാം. കേരളം ഇന്ന് ആ മാറ്റത്തിന്റെ പാതയിലാണ്. ഓരോ വർഷവും ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണത്തിലെ മാറ്റം മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് ഈ സത്യം ബോധ്യപ്പെടും. ഇത്രയും ഗൗരവമേറിയ ഒരു മാറ്റം സംഭവിക്കുമ്പോഴും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം എന്താ ചെയ്യുന്നത്? അവർ വോട്ട് ബാങ്കിന് മുന്നിൽ മുട്ടിലിഴയുകയാണ്. ഏറ്റവും ഉദാഹരണം, ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയായി VD സതീശൻ അധികാരത്തിലേറി. എങ്ങനെയാണ് അദ്ദേഹം അധികാരത്തിലേറിയത്? മുസ്ലിം ലീഗിന്റെ സ്വാധീനം കൊണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ പരിശോധിക്കാം. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിമാർ പോലും ആശങ്ക പ്രകടിപ്പിച്ച കാര്യമാണ് ന്യൂനപക്ഷ ആനുകൂല്യങ്ങളിലെ അസന്തുലിതാവസ്ഥ. ഈഴവർക്കും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വകമാറ്റി ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി നൽകുന്നു. ന്യൂനപക്ഷ വകുപ്പിലെ നിയമനങ്ങൾ നോക്കിയാൽ ഒരു വിഭാഗത്തിന്റെ കുത്തക തന്നെ കാണാൻ സാധിക്കും. 80-20 എന്ന അനുപാതം പോലും തിരുത്താൻ കോടതികൾക്ക് ഇടപെടേണ്ടി വന്നു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഒരു സമൂഹത്തെ മൊത്തം ഒറ്റിക്കൊടുക്കുന്ന കാഴ്ചയാണിത്. ഏറ്റവും രസകരമായ ഒരു കാര്യം CPMന്റെ മാറ്റമാണ്. 2000കളിൽ സ്കൂളുകളിലെ പച്ച ബോർഡിനെതിരെയും പച്ച പെയിന്റിനെതിരെയും സമരം ചെയ്തവർ ഇന്ന് എവിടെ നിൽക്കുന്നു? ഇന്ന് പാർട്ടി വേദികളിൽ നിസ്കാരപ്പായ അനുവദിക്കുന്ന, ഫലസ്തീനിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലെത്തിയതൊക്കെ നിങ്ങൾ ഓർക്കുന്നില്ലേ? മതമൗലികവാദത്തെ അനുകൂലിക്കുന്ന, താലോലിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ അവർ മാറി.
അതേസമയം ഹൈന്ദവ വിശ്വാസങ്ങളെയും കാവുകളെയും തകർക്കാൻ അവർ ജയരാജന്മാരെ രംഗത്തിറക്കുന്നു. ഇത് വ്യക്തമായ ഒരു അജണ്ടയുടെ ഭാഗമാണ്. ഭൂരിപക്ഷ സമൂഹത്തെ വിഘടിപ്പിക്കുകയും ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ ഏകീകരിക്കുകയും ചെയ്യുക. ഈ തന്ത്രമാണ് അവർ പയറ്റുന്നത്. അങ്ങനെയാണല്ലോ SDPI പോലും കൂട്ടുപിടിച്ചതും. എന്നിട്ട് തോൽവിയായെങ്കിൽ കൂടി SDPI അനുകൂലിച്ചവരല്ലേ അവർ. ഇതൊരു സ്വാഭാവികമായ മാറ്റമല്ല, മറിച്ച് ആസൂത്രിതമായ ഒന്നാണ്. വഖഫ് നിയമങ്ങൾ ഉപയോഗിച്ച് ഭൂമി പിടിച്ചെടുക്കുന്നതും പ്രധാനപ്പെട്ട ബിസിനസ് കേന്ദ്രങ്ങൾ ആധിപത്യം സ്ഥാപിക്കുന്നതും ഇതിന്റെ ഭാഗമാണ്. ലാൻഡ് ജിഹാദ് എന്നും ലവ് ജിഹാദ് എന്നും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ വെറും ആരോപണങ്ങളല്ല, മറിച്ച് ജനസംഖ്യാ മാറ്റത്തിന് വേഗത കൂട്ടാനുള്ള ആയുധങ്ങളാണ്. വിദ്യാഭ്യാസ മേഖലയിൽ പോലും ഈ അധിനിവേശം നമുക്ക് കാണാൻ സാധിക്കും. ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് നമ്മുടെ പോരാളികളുടെ കഥകൾ നീക്കം ചെയ്യുകയും അധിനിവേശ ശക്തികളെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്നു. പുതിയ തലമുറയെ തങ്ങളുടെ വേരുകളിൽ നിന്നും അടർത്തി മാറ്റുക എന്നതാണ് ഇതിന്റെയൊക്കെ ലക്ഷ്യം. തീർന്നില്ല, ഇഷ്ടംപോലെയുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിൽ VD സതീശൻ അധികാരത്തിലേറി വരാൻ പോകുന്നത് മലപ്പുറത്തിന്റെ വിഭജനമാണ്. എന്തായാലും കേരളം ഇന്ന് അനുഭവിക്കുന്ന സാമൂഹിക ഐക്യം എന്നത് കേവലം ഒരു പുകമറ മാത്രമാണ്. അധിനിവേശ മതശക്തികൾ എല്ലാ മേഖലകളിലും അതിശക്തം സ്ഥാപിക്കുമ്പോൾ മറ്റ് വിഭാഗങ്ങൾ രണ്ടാം തരം പൗരന്മാരായി മാറുന്നു. താലിബാൻ മോഡൽ ശിക്ഷാ രീതികളും തെരുവുകളിലെ മതപരമായ അഴിഞ്ഞാട്ടങ്ങളും ശരീഅത്ത് നിയമങ്ങളും ഇതിനോടകം തന്നെ കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. മതനിരപേക്ഷത എന്നത് ഒരു വിഭാഗത്തിന് മാത്രം ബാധകമായ ഒന്നായി മാറുന്നു. മറ്റുള്ളവർക്ക് അത് ആത്മഹത്യാപരമായ ഒരു കീഴടങ്ങലുമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ മൗനം പാലിച്ചാൽ നാളെ നിങ്ങൾക്ക് സംസാരിക്കാൻ നാവുണ്ടാകില്ല. 2030 കേരളത്തിലെ ജനസംഖ്യാ ചിത്രം എങ്ങനെയായിരിക്കും? ഔദ്യോഗിക കണക്കുകൾ പ്രകാരം തന്നെ ഭൂരിപക്ഷ സമുദായം പല ജില്ലകളിലും ന്യൂനപക്ഷമായി മാറിക്കഴിഞ്ഞു. മലപ്പുറം, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ അവസ്ഥ ഒന്ന് നോക്കുക. ഈ മാറ്റം തെക്കൻ കേരളത്തിലേക്കും വ്യാപിച്ചു വരികയാണ്. നിങ്ങളെ ഭരിക്കേണ്ടത് ആരാണെന്ന് നിങ്ങൾ തീരുമാനിച്ചിരുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങളെ ആര് ഭരിക്കണമെന്ന് ഈ ഡെമോഗ്രഫി തന്നെ തീരുമാനിക്കും. അതിനുള്ള ഉദാഹരണമാണ് മുസ്ലിം ലീഗ് ഒന്ന് കയർത്തപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ കിടന്ന് മുട്ട് വിറച്ചിട്ട് തീരുമാനം മാറ്റിയത്. KC ഇരിക്കേണ്ടടുത്ത് VD ഇരുന്നു. ഒരു ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും വലിയ ആയുധം വോട്ട് ബാങ്കാണ്. അതൊരു വിഭാഗത്തിന്റെ കയ്യിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ജനാധിപത്യം തന്നെ അപ്രസക്തമാകും. VD സതീശൻ ഇതിന് അർഹനാണ്. പക്ഷേ അവിടെ മുസ്ലിം ലീഗിന്റെ സ്വാധീനമാണ് പേടിക്കേണ്ടത്. എന്തായാലും നോക്കിക്കോളൂ, അധികം വൈകാതെ മതനിയമങ്ങൾ ഭരണഘടനയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിക്കപ്പെടും. എന്തായാലും ഈ വീഡിയോ കാണുന്ന ഓരോ മലയാളിയോടുമായി എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇനിയും ഉറങ്ങുകയാണോ? ഉറക്കം നടിക്കുകയാണോ? നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങളുടെ മണ്ണ് അന്യമായി കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതൊരു മതപരമായ എതിർപ്പല്ല, മറിച്ച് നമ്മുടെ അസ്തിത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. നിങ്ങൾക്ക് യുക്തി ഉണ്ടെങ്കിൽ ചിന്തിക്കാം. ചരിത്രപരമായി ഈ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രീണന നയങ്ങൾക്കെതിരെ ശബ്ദമുയർത്തണം. നമ്മുടെ ജനസംഖ്യ സന്തുലിതാവസ്ഥ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ വരും തലമുറ നമ്മളെ ശപിക്കും. ഇത്രയ്ക്കും വിഡ്ഢികളായൊരു കാരണവന്മാരാണല്ലോ എനിക്കുണ്ടായിപ്പോയത് എന്നോർത്ത്. എന്തായാലും കേരളം ഇന്നൊരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. ഏത് നിമിഷവും അത് പൊട്ടിത്തെറിക്കാം. ഡെമോഗ്രഫി ഈസ് ഡെസ്റ്റിനി. ഈ സത്യം മറക്കാതിരിക്കുക. വോട്ട് വിഹിതത്തിലെ ഈ 58% വർധനവ് വെറുമൊരു കണക്കല്ല, അതൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾ ഈ വിവരങ്ങൾ നിസ്സാരമായി കാണുന്നുണ്ടെങ്കിൽ ചരിത്രത്തിലെ കറാച്ചിയും കശ്മീരും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നേയുള്ളൂ: അശ്രദ്ധയുടെ വില നിങ്ങളുടെ ജീവനായിരിക്കും, നിങ്ങളുടെ സ്വത്തായിരിക്കും, നിങ്ങളുടെ അസ്തിത്വമായിരിക്കും. ഇനിയെങ്കിലും കണ്ണു തുറക്കുക, കാരണം സമയം അതിക്രമിച്ചു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.